ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പന്റെ ഒരു കഥ കേട്ടാലോ? ഭഗവാൻ പൂന്താനത്തെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിച്ച വളരെ പ്രചാരമുള്ള ഐതിഹ്യം. ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു പൂന്താനം നമ്പൂതിരി. വാർദ്ധക്യ സഹജമായ ചില്ലറ അവശതകൾ ബാധിച്ചിട്ടും മാസം തോറുമുള്ള ഗുരുവായൂർ ദർശനം മുടക്കാൻ പൂന്താനത്തിന് മനസ്സ് വന്നില്ല. ഒരിക്കൽ അങ്ങാടിപ്പുറത്തുള്ള തന്റെ ഇല്ലത്തു നിന്ന് പുറപ്പെട്ട് പൂന്താനം ഗുരുവായൂർക്ക് നടന്നു. രാത്രിയായി. കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു വിജന പ്രദേശത്തെത്തിയപ്പോൾ ആയുധധാരികളായ 4 പേർ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ ചാടി വീണു. അദ്ദേഹത്തിന്റെ ഭാണ്ഡം കരസ്ഥമാക്കി. ആകെ പരിഭ്രമിച്ച് അവശനായ തിരുമേനി ഗുരുവായൂരപ്പനെ ഉറക്ക വിളിച്ചു കരഞ്ഞു. എല്ലാവരെയും അങ്ങ് രക്ഷിക്കുന്ന ആളല്ലേ? സാധുവും വൃദ്ധനുമായ ഈ ഭക്തനെ ഈ കള്ളന്മാർ ആക്രമിക്കുന്നത് കണ്ടിട്ടും അങ്ങ് എന്താണ് വരാത്തത്? താമസമുണ്ടായില്ല. അതാ കുതിരപ്പുറത്ത് നിന്നും ഊരിപ്പിടിച്ച വാളുമായി സാമൂതിരിയുടെ പടനായകനായ മങ്ങാട്ടച്ചൻ ചാടിയിറങ്ങുന്നു. പേടിച്ചു വിറച്ച കള്ളന്മാർ എല്ലാം ഇട്ടേച്ച് ഓടിപ്പോയി. ധ്യാനത്തിൽ നിന്നും പതുക്കെ കണ്ണു തുറന്ന പൂന്താനത്തിന്റെ മുൻപിൽ വാളും കുനിഞ്ഞ ശിരസുമായി മങ്ങാട്ടച്ചൻ നിൽക്കുന്നതാണ് കണ്ടത്. ഇരുകൈകളും ഉയർത്തി ആ ശുദ്ധ ഹൃദയൻ സാമൂതിരിപ്പാടിന്റെ സേനാനായകനെ അനുഗ്രഹിച്ചു. സന്തോഷ സൂചകമായി തന്റെ വിരലിൽ കിടന്നിരുന്ന മോതിരം ഊരിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ നീട്ടി. ഒട്ടും മടികൂടാതെ മങ്ങാട്ടച്ചൻ അത് സ്വീകരിച്ച് പൂന്താനത്തെ അനുഗമിച്ചുകൊണ്ട് പറഞ്ഞു, തിരുമേനി സൂക്ഷിക്കണേ, അങ്ങേക്ക് വയസ്സായി. ഇനി മുതൽ ഇല്ലത്തിരുന്നു കൊണ്ട് ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ മതി. അങ്ങുള്ളിടത്തെ ഗുരുവായൂരപ്പനും ഉണ്ടാകും. അന്ന് രാത്രി ഗുരുവായൂർ മേൽശാന്തിക്ക് സ്വപ്ന ദർശനമുണ്ടായി. നാളെ പൂന്താനം തൊഴാൻ വരും. എൻ്റെ ബിംബത്തിന്മേൽ അദ്ദേഹത്തിന്റെ മോതിരം കാണും. അത് അദ്ദേഹത്തിന് കൊടുക്കണം. ഇന്നലെ അദ്ദേഹം എനിക്ക് തന്നതാണ്. ഇതിനുശേഷം മേൽശാന്തിക്ക് ഉറക്കം വന്നില്ല. നിർമാല്യം കഴിഞ്ഞ് മേൽശാന്തി മോതിരമൂരി പ്രസാദത്തിന്റെ കൂടെ പൂന്താനത്തിന്റെ കയ്യിൽ കൊടുത്തു. മോതിരം കണ്ട് അത്ഭുതപ്പെട്ടുപോയ പൂന്താനത്തിനോട് മേൽശാന്തി ചോദിച്ചു, ഈ മോതിരം ഇന്നലെ അങ്ങ് ഗുരുവായൂരപ്പന് കൊടുത്തത് തന്നെയല്ലേ? അദ്ദേഹം ഉറക്കെ കരഞ്ഞു. അവിടെ കൂടിയ ഭക്തജനങ്ങളോട് പൂന്താനം തലേ ദിവസത്തെ സംഭവം വിവരിച്ചു പറഞ്ഞു. ശുദ്ധ ഹൃദയത്തോടെ തന്നെ വിളിക്കുന്ന ഭക്തരെ രക്ഷിക്കുന്ന കരുണാമയനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ.